യദിന വക്ത്രസ്യാൽ പ്രായേണ അനുകൂല ബ്രാഹ്മണ കുലസ്യ എന്ന് ഭാഗവതം പറയും. യദിന വക്ത്രസ്യാൽ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം വക്രഗതി അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിന് മുഴുവനും അനുഗ്രഹമാണ് ആര്? വ്യാഴം. വ്യാഴം പ്രസാദിക്കാനായിക്കൊണ്ട് ബ്രഹ്മശ്രീ പുതുവാമന ഹരിയേട്ടൻ്റെയും ബ്രഹ്മശ്രീ മാങ്കുളം വിഷ്ണുപുരിയുടെയൊക്കെ നേതൃത്വത്തിൽ വെച്ചൊരു പ്രശ്നവിധി പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷസനേദ്യം രക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ അനുഗ്രഹ കലയാണ്. രക്ഷണ എന്നാണ് ധാതു. യക്ഷിയാണെങ്കിലോ രക്ഷണ വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും രക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവം അല്ല, സാത്വികമൂർത്തിയാണ്. ഈ യക്ഷിയോ രക്ഷണ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് യക്ഷിക്ക് പൂജ വയ്ക്കാനുള്ള വീട്ടിൽ തന്നെ ഇല്ലത്തെ തന്നെ ഇഷ്ടം പോലെ യക്ഷിമാരുണ്ട്, പല സ്വഭാവമുള്ളവർ. അപ്പോൾ അതല്ല പറയുന്നത്, രക്ഷോഗണങ്ങളിൽപ്പെട്ടതായ. അപ്പം ഇവിടെ ഒറ്റ ചൈതന്യമായിരിക്കുന്നതായ 3000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതായ തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു രക്ഷസ്, അത് പ്രതിഷ്ഠിക്കാണ്ട് ആയില്ല, ചരമായിരിക്കുന്നതായ രക്ഷസ്. അതാണ് പറയുന്നത്. പിന്നെ രക്ഷസിന് പ്രതിഷ്ഠിച്ച എല്ലാ ദിവസവും നയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതല്ല, ചരമാണ്. ഈ പ്രദേശത്തെ മുഴുവനും കാത്തു രക്ഷിക്കുന്ന ഒരു ചൈതന്യം രക്ഷസ്. അത് രാജു കല്ലുങ്ങളൊക്കെ അതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്തതാണ് എന്നർത്ഥം. അപ്പം നമുക്കറിയാം എന്തുകൊണ്ട് പ്രതിഷ്ഠയായിട്ട് വയ്ക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയല്ല, ചരമാണ്. ഇവിടുത്തെ സകലവിധനെയും നോക്കിയെടുത്ത് നടക്കുന്നതായ ഒരു വൈഷ്ണവ ചൈതന്യം. അപ്പോൾ ആ വൈഷ്ണവ ചൈതന്യത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ ന്യായമായ രീതിയിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? കാവലും കൂടിയാണ്. അപ്പ കൊടുക്കും, അടി കൊടുക്കും. അപ്പോൾ സാത്വികമൂർത്തികൾക്കും അടി കൊടുക്കാമെന്നർത്ഥം. എന്തുകൊണ്ട് അത് പ്രതിഷ്ഠിച്ചില്ല എന്ന് വെച്ചാൽ ചരമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന കാവലായിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷസ് വൈഷ്ണവ ചൈതന്യം. വൈഷ്ണവ ചൈതന്യത്തിന് അങ്ങനെ പറ്റുമോ? കൈലാസത്തിൽ മഹാദേവൻ പാർവതീദേവിക്ക് ചൊല്ലിയിരിക്കുന്ന ശ്രീമദ് ഭാഗവത പുരാണമാണ്. അവിടെ വൈകുണ്ഠത്തിലിരുന്ന ലക്ഷ്മീഭവതിക്കും ഭൂമിദേവിക്കും ചൊല്ലിയെടുക്കുന്ന ശിവപുരാണമാണ്. ദേവി ലോകത്ത് നമുക്കറിയാം ദേവി ഭാഗവതത്തിലേക്ക് പോകുന്നു. ദേവി ഭാഗവതം ദേവി ആരെ പ്രാർത്ഥിച്ചാണ്? മഹാദേവനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിച്ചാണ് യുദ്ധത്തിനിറങ്ങുന്നത്. ദേവി ഭാഗവതം നോക്കി കഴിഞ്ഞാൽ സ്കന്ദ പുരാണം എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവേശത്തുള്ളതായ മുരുകസ്വാമി, കൂട്ടോണ മുരുകസ്വാമി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്തോന്ന് സ്കന്ദൻ്റെ ചരിത്രങ്ങൾ വരുന്നത്. ഇനിയോ ശബരിമല ശാസ്താവ്, എരുവരെ വരുന്നവർക്ക് തുരുതര വരുന്നതായ ശബരിമല ശാസ്താവിനെ സംബന്ധിച്ചോളം അമ്മ ആരാ? അമ്മ മഹാവിഷ്ണു. അച്ഛനാരാ? മഹാദേവൻ. തിരുവള്ളക്കാവിലൊക്കെ നമുക്കറിയാം. തിരുവള്ളക്കാവിൽ വന്ന് ആവും നാരായം വെച്ചുകൊണ്ട് അവിടെ എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ ആര് കുട്ടിയെ ആരായാലും ഒരു എഴുത്ത് പരാജയപ്പെട്ടു. അപ്പോൾ നരസസ്യാൽ പരാജയ. അപ്പോൾ എവിടെയാണോ മൂർത്തിഭേദങ്ങൾ അനുസരിച്ചുള്ള ക്ഷേത്രങ്ങളടക്കം കുടിയെഴുത്ത് പ്രതിഷ്ഠകളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിൻ്റെ അതിൻ്റെ യഥാർത്ഥ ഐശ്വര്യത്തെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പം അതിനെ കണ്ടെത്തി തന്നതായ പുതുവാമന ഹരിയേട്ടനായാലും അനിയൻ വിഷ്ണു നമ്പൂതിരി മാങ്കുളം കണ്ണനായാലും ഒക്കെ അതിനെ കൊണ്ടു നടക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? ഈ പറയുന്ന സുഞ്ചി മാങ്കുളത്തിൻ്റെ മറ്റ് ജീവനക്കാർക്ക് കമ്പനിക്കാരുടെ ഒക്കെ ഉത്തരവാദിത്തം. പക്ഷേ ഞങ്ങൾക്ക് ഒരു കോർഡിനേറ്റർ മാത്രമാവുന്നുള്ളൂ. ആ രക്ഷാകരണത്തെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉപദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠ നടക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? അത് നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നടക്കും. ആര് നടക്കും? നമ്മൾ നടക്കുന്നല്ല പറയണേ, ഇവിടെ എല്ലാ സംഭവങ്ങളും നടക്കും. ഉദയന്മാരുടെ പ്രതിഷ്ഠയടക്കം നടക്കും. അപ്പോൾ ആ രക്ഷസിനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം ചരമായിരിക്കുന്നതായ ഒരു രക്ഷസിനെ തൊഴുത് നമസ്കരിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ആമയങ്ങളുണ്ടാവില്ല, പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെടും. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതായ ഒന്ന് തടപ്പള്ളി നേദ്യം തടപ്പള്ളി തിളച്ച നേദ്യമായിക്കൊണ്ട് പത്മവട്ട നേദ്യമായിരിക്കൊണ്ടിരിക്കുന്നതായത്. അപ്പോൾ അത് ഹരിയേട്ടനൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് നേദിച്ചു കഴിഞ്ഞാൽ വടക്കോട്ട് കൊണ്ട് കളഞ്ഞ് പാത്രം പുറകോട്ട് കൊണ്ട് കാലും മുഖം കഴുകി ബാക്കി നട അടയ്ക്കാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ വിശേഷപ്പെട്ടതാണ്, അത്രയേറെ ഒരു പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് രക്ഷസ്. അപ്പോൾ നമ്മൾ പലയിടത്തും പോകുമ്പോൾ അറിയാം, പല ക്ഷേത്രങ്ങളിലും ഒക്കെ ചെറിയ രക്ഷസ്, വലിയ രക്ഷസ്, ദമ്പതി രക്ഷസ്,
ബ്രാഹ്മണ രക്ഷസ് എന്നൊക്കെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതാണ്. അത് പ്രതിഷ്ഠയാണ്, ചരമല്ല, അത് അവിടെ ഇരിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ രക്ഷസെ സംബന്ധിച്ചോളം ഈ ഭൂപ്രദേശം മുഴുവൻ, ഈ നാടിനെ മുഴുവൻ രക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം. അദ്ദേഹത്തിന് പാൽപ്പായസം നൽകി അനുഗ്രഹിച്ചാൽ മാത്രമേ എന്ത് വരുള്ളൂ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ കല വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഭാഷയല്ല പ്രധാനം എന്ന് തന്നെ അർത്ഥം. നാരായണ എന്ന് ജപിക്കാം. രക്ഷസിനെ എന്തുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കാം. വൈഷ്ണവമായ എല്ലാം രക്ഷസിനെ സമർപ്പിക്കാം എന്നർത്ഥം. അപ്പോൾ ഓരോ കുലങ്ങളിൽ നിന്ന് അമലകുലോത്ഭവനായിക്കൊണ്ടിരിക്കുന്നതായ ഒന്ന്, നമ്മളൊക്കെ മനു കുലോത്ഭവന്മാരാണ്. മനു ശിഷ്യമനുവാണോ കേട്ടോ. മനു എന്ന് പറഞ്ഞാൽ മനുവംശരാണ് മനുഷ്യരെല്ലാം. മനുഷ്യപ്രസൂതരായിരിക്കുന്നതായ മനുഷ്യൻ്റെ ശേഷം ഇവിടെ ദക്ഷിണായന കാലത്തിൽ വരാൻ പോകുന്നതായ കർക്കിടക മാസം, ലോകത്തെ ഏറ്റവും കൂടുതൽ ദുർഘടക മാസമാണ് കർക്കിടക മാസം. ഏറ്റവും കൂടുതൽ ആമയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ 1-ാം തീയതി മുതൽ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അവസാനമാകുമ്പോഴത്തേക്ക് ഒരുപാട് ഓടിക്കതച്ചെന്നും ഒരുപാട് പേരൊന്നും അവസാനമാകുമ്പോഴത്തേക്കും 10, 4, 5, 6, 7, 8 പേരൊന്നും വേണ്ട. ഓരോരുത്തരുടെ നാളനുസരിച്ചോ അല്ലാതെയോ നാളിന് എന്തിരിക്കുന്നു, നാളിന് ഭഗവാനെ അറിയാൻ പാടില്ല ആരുടെ നാളിൽ ജനിക്കണം, ഏത് നാളിൽ മരിക്കണം എന്ന്. അപ്പോൾ നാളൊന്നും നോക്കണ്ട, നേരത്തെ തന്നെ ഗണപതി ഹോമം ബുക്ക് ചെയ്യുക. അതിൽ 99% ഗണപതി ഹോമത്തിൽ പങ്കെടുക്കണമെങ്കിൽ പങ്ക് കൊടുത്തേ പറ്റുള്ളൂ. ശാരീരികവും മാനസികമായിട്ടും പൂക്കളും കൊണ്ടൊക്കെ വന്ന് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക. അപ്പോൾ ഏറ്റവും സ്പീഡിൽ 5 മിനിറ്റ് കൊണ്ടും കഴിക്കാവുന്നതും 4 മണിക്കൂർ കൊണ്ടും കഴിക്കാവുന്ന ലോകത്തിലെ ഒരേ ഒരു ഹോമമാണ് ഗണപതി ഹോമം. അപ്പോൾ ബീജാപുര ഗണേശ കാർമ്മഗുരജ ചക്രാബ്ജ ഭാഷോത്പര നരസപ്രോദ്യങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ധ്യാനം. അവിടെ വല്ലഭയാജ പത്മകലയെ ആസൃഷ്ടോജ്വല ഭൂഷ്യ വിശ്വൽപത്തി വിനാശം സ്വരോ വിഘ്നവിശിഷ്ടാർത്ഥത. സകലത വിഘ്ന പത്നി സമേതനായ 36ഓളം കയ്യിലെ ആയുധങ്ങളായിരിക്കുന്നതായ ഒരു കുടുംബസമേതനായ ഗണപതിയെ പ്രാർത്ഥിച്ച് നമ്മൾ ഗണപതി ഹോമം 1-ാം തീയതി തുടങ്ങുന്നതായ ഗണപതി ഹോമം. അപ്പോൾ ഈ കർക്കിടക അവസാനമാക്കുന്ന ആദ്യം അവനവൻ്റെ 5 പേരെങ്കിലും ഇപ്പോൾ ഒരു കുടുംബത്തിലുണ്ടെന്ന് വിചാരിക്കുക. ആ കുടുംബത്തിലെ കഴിഞ്ഞ വർഷത്തെ മോൻ്റെ പേരിലാണ്, ഈ തവണ മോളുടെ പേരിലായിക്കോട്ടെ, ഈ തവണ എൻ്റെ ഭാര്യയുടെ പേരിലാണ് ആയിക്കോട്ടെ, കഴിഞ്ഞ തവണ ഭാര്യ, ഈ തവണ എൻ്റെ പേരിലായിക്കോട്ടെ. അപ്പോൾ ആ കുടുംബാംഗങ്ങൾക്കും തലപ്പഞ്ച മഹാദേവ ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പങ്കെടുക്കുന്നതായ ഗണപതി ഹോമത്തിലേക്കും കർക്കിടക 1-ാം തീയതി മുതൽ ബുക്കിംഗ് എത്രയും പെട്ടെന്ന് ആസ് ഏർലി ആസ് പോസിബിൾ രജിസ്റ്റർ ചെയ്യുക. അവസാനമാകുമ്പോഴത്തേക്കും 10-15 പേരുടെ നോക്കി നിൽക്കേണ്ട, അവനവൻ്റെ കുടുംബത്തിൽ ഒരുമിച്ച് വന്നിരുന്നു കൊണ്ട് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക. നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. വലിയ വലിയ ക്ഷേത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഗണപതി ഹോമത്തിന് വെക്കുമ്പോൾ അതിൻ്റെ പ്രസാദത്തിന് മേടിക്കാൻ തന്നെ 10,000 പേര് ക്യൂവാണ്. ആ ഹോമണ്ഡലത്തിലേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും ചൂടും ഇതൊക്കെയാണ്. അപ്പോൾ ക്യൂ നിന്ന് 1.5 മണിക്കൂർ പ്രസാദം മേടിക്കേണ്ടി വരുന്നു ഗണപതി ഹോമം ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ നമുക്ക് ഏറ്റവും സാഹചര്യമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഒരു 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരുണരുകയായി, മേശാന്തി ഉണരുകയായി, ജീവനക്കാർ ഉണരുകയായി, നാട്ടുകാരായി നിങ്ങൾ ഉണരുകയായി, അവിടെ എൻ്റെ കുടുംബവും ഉണരുകയായി. അപ്പോൾ വിഘ്നങ്ങൾ ഒഴിയേണ്ടതായ കാലഘട്ടം വരുന്നു. അവിടെ ഗണപതി ഹോമം, ഗണപതിക്ക് നേദ്യമില്ലാതെ ഒന്നുമില്ല എന്നർത്ഥം. ഒരു വിളക്ക് വെച്ചെങ്കിലും ഒരു മലരെങ്കിലും ഒരു ഇലയിൽ വെച്ചിട്ട് ഓസരിച്ച് നയിക്കാത്ത ഒരു ക്രിയകളും ഇല്ല. വേളി ക്രിയകൾ നോക്കിക്കോളൂ, ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ക്രിയകൾ നോക്കി, ഗണപതി വെക്കാണ്ട് ഒന്നുമില്ല. ഇനിയോ കല്ലിടനേന് തന്നെ വിളക്ക് വെച്ച് ഗണപതിക്ക് അവലംബരം വെച്ചിട്ട് കല്ലിടാൻ കുഴിക്കും തന്നെയുള്ളൂ. അപ്പോൾ ആദ്യം സ്നേഹിക്കേണ്ടത്, സമർപ്പിക്കേണ്ടത് ഗണപതിയെ തന്നെയാണ്. കർക്കിടക 1-ാം തീയതി മുതൽ പരമാവധി എത്രയും അവസാനമാക്കാണ്ട് നാളിലും ഒന്നും വേണമെന്ന് ഞാൻ പറയില്ല. എത്രയും പെട്ടെന്ന് അവനവൻ്റെ കുടുംബത്തിൻ്റെ ഗണപതി ഹോമം ബുക്ക് ചെയ്യുക. ഇവിടെ എല്ലാവരെയും ഒരുവിധം നമ്പറുണ്ട്. കഴിഞ്ഞ വർഷവും ധാരാളം പേര് നടത്തിയ, പക്ഷേ അത് പോരാ. നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കുടിഞ്ഞ് കുടുംബ ലിംഗം ഉണ്ടാകുന്ന സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാകുമ്പോൾ നമുക്ക് ഗണപതിയോട് ഭഗവാനോട് പറയാം, നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, നമ്മുടെ കാര്യങ്ങൾ പറയാം. അങ്ങനെയുള്ള അവസരമുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഗണപതി ഭഗവാനായിട്ട് സമ്മതിക്കാൻ ഈ കർക്കിടക 1-ാം തീയതി മുതൽ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർബന്ധപൂർവം തന്നെ പറയുകയാണ്. കാലാവസ്ഥകൾ മാറി വരുന്നതായ രീതിയിൽ സർവീസിൽ കയറിയ ഈ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ട് പറയുകയാണ്, പരമാവധി നേരത്തെ തന്നെ കർക്കിടകം 1-ാം തീയതി മുതലുള്ളതായ ഗണപതി ഹോമത്തിന് ബുക്ക് ചെയ്യുക, വരിക, പങ്കെടുക്കുക, അനുഗ്രഹം വാങ്ങുക.
പോവുക. എന്നിട്ട് ആ അനുഗ്രഹം വാക്കാൽ അവനവൻ്റെ കുടുംബാംഗങ്ങളിലും അവരുടെ സുഹൃത്തുക്കളെയോടും പറയുമ്പോൾ എന്തായി? ഞങ്ങളുടെ അല്ലാട്ടോ ശരിക്കും നാടിൻ്റെ, നിങ്ങളുടെ ക്ഷേത്രം പിന്നീടോ നമ്മുടെ ക്ഷേത്രം ഉണരും എന്ന് 100% ഗ്യാരണ്ടി തരികയാണ്. നമഃശിവായ പാർവതീശ പാപനാശനാഹരേ.